മുല്ലപ്പെരിയാർ ഡാം ഇന്ന് തുറന്നേക്കില്ല. ഡാമിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞതിനെ തുടർന്നാണ് തീരുമാനം. തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന് അളവ് കുറച്ചു. നീരൊഴുക്ക് 2500 ഘനയടിയായി കുറഞ്ഞു. ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് ഇന്നലെ രാത്രി മുതൽ മഴ പെയ്യുന്നില്ല. ജലനിരപ്പ് 138.55 തുടരുകയാണ്. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത്? നേരത്തെ 10 മണിയോടെ തുറക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. വിശദാംശങ്ങൾ. നിലവിൽ തമിഴ്നാട് തീരുമാനിച്ചിട്ടുള്ളത് നിലവിൽ ഡാം തുറക്കേണ്ട സാഹചര്യമില്ല എന്ന തരത്തിലുള്ള ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ഈ ഡാം തുറക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് തമിഴ്നാട് പോയിട്ടുള്ളത്. പ്രധാനമായും ഡാമിന്റെ വൃഷ്ടപ്രദേശത്ത് മഴ താരതമ്യേന കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ രാത്രി മുതൽ തന്നെ ഡാമിന്റെ വൃഷ്ടപ്രദേശത്ത് മഴ പെയ്യുന്നില്ല. അതുപോലെ തന്നെ ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന നീരൊഴുക്കിന്റെ അളവിലും വലിയ കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഇന്നലെ വരെ ഡാമിൽ ഒഴുകിയെത്തിയിരുന്നത് 10,000-ലധികം ഘനയടി വെള്ളമാണ് ഇന്നലെ ഡാമിലേക്ക് ഒഴുകിയെത്തിയിരുന്നതെങ്കിൽ ഇന്ന് രാവിലെ അത് 2,500 ഘനയടിയായി കുറഞ്ഞു. ഒഴുകിയെത്തുന്ന നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മഴ മാറി നിൽക്കുന്നു, ഡാമിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഡാമിലെ ജലനിരപ്പ് 138.55 അടിയിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് ഈ ഒരു 138 അടിയിൽ തന്നെ ഈ ഡാമിന്റെ ജലനിരപ്പ് നിലനിർത്തുക എന്നൊരു ലക്ഷ്യമാണ് തമിഴ്നാടിനുള്ളത്. അതുകൊണ്ട് തന്നെ സെക്കൻഡിൽ അവർ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന വെള്ളത്തിന്റെ അളവ് നിലവിൽ കുറച്ചിട്ടുണ്ട്. 2,500ഓളം ഘനയടിയാണ് ആദ്യം കൊണ്ടുവരുന്നത് എങ്കിൽ അതിപ്പോൾ 250 ഘനയടി മാത്രമായി കുറയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യങ്ങളെല്ലാം അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ ജലനിരപ്പ് ഉയരാത്തൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് ഡാം തുറക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് തമിഴ്നാട് എത്തുകയായിരുന്നു. നിലവിൽ തമിഴ്നാടിന്റെ വൃഷ്ടിപ്രദേശങ്ങളിലും അല്ലെങ്കിൽ തമിഴ്നാട് പ്രദേശങ്ങളിലും മഴ കുറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് നിലവിലെ സാഹചര്യത്തിൽ ഡാം തുറക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് തമിഴ്നാട് എത്തിയിട്ടുള്ളത്. ശരി, ഡാമിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞതിനാലാണ് ഇന്ന് ഡാം തുറന്നേക്കില്ല എന്ന തീരുമാനം എത്തിയിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയായിരുന്നു സുബിൻ തോമസ്.